Welcome to Flavors of India. മുരുദ്വേശ്വറിലെ ഈ ബീച്ച് സൈഡ്, അതായത് ക്ഷേത്രത്തിൻ്റെ ടെമ്പിൾ കോംപ്ലക്സിനോട് ചേർന്ന് കിടക്കുന്ന ഈ മനോഹരമായ കടൽ തീരം വളരെ സജീവമാണ്. രാവിലെ തന്നെ നോക്കൂ, ഇവിടെ കംപ്ലീറ്റ് ഇവിടെ വരുന്ന പിൽഗ്രിംസ്, അതായത് തീർത്ഥാടകരെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് മുന്നേ ആണെങ്കിലോ എപ്പോഴെങ്കിലും ഈ കടൽ തിരമാലകളുമായി മല്ലിടുന്ന കാഴ്ച നമുക്ക് കാണാം. ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ബീച്ചാണ്, ഒരു നല്ലൊരു കടൽ തീരമാണിത്. കണ്ടില്ലേ, കടലിങ്ങനെ കുറേ ഉള്ളിലേക്കാണ് കിടക്കുക. ഒരുപാട് ദൂരെ നമ്മൾക്കിങ്ങനെ നടന്നു പോകാൻ സാധിക്കും. ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചയാണിത്. പിന്നെ രണ്ടാമത് ഇവിടെ ബോട്ടിങ്, പലതരം ബോട്ടിങ്, വാട്ടർ സ്കൂട്ടേഴ്സ്, ധാരാളം വാട്ടർ ആക്ടിവിറ്റീസും ഇവിടെ നടക്കുന്നുണ്ട്. ആൾക്കാർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാം. കടൽ തീരത്തിലെ കാഴ്ചകൾ ഭയങ്കര രസമാണ്. കാര്യം ഫാമിലി ആയിട്ടാണ് ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളും മുതിർന്നവരും എല്ലാവരുമായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റാണ്. കാര്യം ബോട്ടിങ്ങിന് പോകുന്നു, സ്പീഡ് ബോട്ട് റൈഡിങ്, കണ്ടില്ലേ, വാട്ടർ സ്കൂട്ടേഴ്സ്, എന്ത് രസമായിട്ടാണ്. പിന്നെ തിരമാലകളുടെ ഇടയിലേക്ക് കൈകോർത്ത് പിടിച്ച് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാം കൂടി നടന്നു പോകുന്ന കാഴ്ച കാണാം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സേഫായിട്ടുള്ളൊരു ബീച്ചാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വളരെ നീറ്റാണ്. ചില ബീച്ചസിൽ പോകുമ്പോൾ അത്ര നീറ്റായിരിക്കില്ല, പക്ഷേ ഈ ബീച്ച് വളരെ നീറ്റാണ്. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നെങ്കിലും നീറ്റ്നെസ്സിനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ശരിക്കും നല്ല വൃത്തിയും വെടിപ്പുമായിട്ടാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇനി എന്തായാലും കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് വരാറുണ്ട്. ഒരു പക്ഷേ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം അടുക്കുകയാണെന്ന് അറിയില്ലെങ്കിൽ ഇനി തൊട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏതാണ്ട് 50-60 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ കൊല്ലൂരിൽ നിന്നും മുരുദ്വേശ്വറിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പും കൂടി പ്ലാൻ ചെയ്യണം. ഇനി ഈ ഭാഗത്തേക്ക് ഒന്നും വന്നിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും മൂകാംബിക, പിന്നെ ഇവിടെ മുരുദ്വേശ്വർ, ഗോകർണം, ഇതെല്ലാം കൂടി ചേർന്നൊരു യാത്ര പ്ലാൻ ചെയ്യുക. കാര്യം ക്ഷേത്ര ദർശനവുമാകാം, അതേസമയം കടലിലെ കാഴ്ചകളും കടലിൻ്റെ ഒരു ബീച്ച് ലൈഫും എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കടൽ തീരത്ത് തന്നെ, അത് ബീച്ച് റെസ്റ്റോറൻറ്റ്. ശരിക്കും പറഞ്ഞാൽ കടൽ തിരമാലകൾ ഇങ്ങനെ വന്ന് ആ ബീച്ച് റെസ്റ്റോറൻറ്റിൻ്റെ താഴത്തെ പില്ലേഴ്സിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കടൽ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കാം. കടൽ കാഴ്ചകൾ കണ്ടിട്ട് കടലിലേക്കൊക്കെ ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ധാരാളമായിട്ട് കുഡ്ലേ ബീച്ചിൽ നന്നായിട്ട് വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല, ഇന്ന് സമയം കുറവാണ്. പിന്നെ ഇവിടെ ഭയങ്കര തിക്കും തിരക്കുമാണ്. കണ്ടില്ലേ, ഈ സിറ്റിയിൽ ഈ ഭാഗത്തൊക്കെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പരിസരം മുഴുവൻ ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളും ആൾക്കാരും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ സ്റ്റാച്യൂടെ വളരെ അടുത്തേക്ക് പോവാം, ശിവഭഗവാന്റെ സ്റ്റാച്യു. അറേബ്യൻ കടലിൻ്റെ ഓരത്ത് തന്നെയാണ് ഈ കണ്ടുക ഹിൽസ് എന്ന് പറയുന്ന ഈ ഹില്ലി പ്ലേസ്. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ ടെമ്പിൾ കോംപ്ലക്സ് ആയി മാറിയത്, ക്ഷേത്ര നഗരിയാക്കി മാറ്റിയിരിക്കുന്നത്. പടി കയറി നമ്മൾ ആ മനോഹരമായ ദൃശ്യത്തിൻ്റെ താഴേക്ക് എത്തുകയാണ്. കൈലാസനാഥ മഹാദേവ സ്റ്റാച്യു.
തുഷാര 123 അടി പൊക്കത്തിലുള്ള എനിക്ക് പറയാൻ വാക്കുകളില്ല കൈലാസനാഥ മഹാദേവ സ്റ്റാച്യു. ഇത് നമ്മൾ അതിൻ്റെ താഴെ വന്ന് നിൽക്കുമ്പോൾ ഒരു ചെറിയ പിക്മിയെ പോലെ ഉണ്ട്, ഒന്നുമില്ല, നമ്മളൊന്നും അല്ലാതായി തീരുന്ന ഒരവസ്ഥയാണ്. അത്ര വലിയൊരു സ്റ്റാച്ചു ആണ്. കണ്ടില്ലേ, സൂര്യരശ്മികൾ ഇങ്ങനെ ആ സ്റ്റാച്ചുവിലേക്കാണ് എപ്പോഴും പതിക്കുന്നത്, ആ രീതിയിലാണത് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഗ്രഹത്തിന് ഒരു പ്രത്യേക തേജസ്സാണ്, ഇങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്റ്റാച്യൂയുടെ അടിയിലേക്ക് നമ്മൾക്ക് സഞ്ചരിക്കാൻ പറ്റും. അവിടെ ഇത് സ്റ്റാച്യു മേളിലും താഴെ പിന്നെ വിഗ്രഹമൊക്കെ ഉള്ള ഭാഗമുണ്ട്, ആൾക്കാർക്ക് ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഈ പടി കയറി എല്ലാവരും ഇങ്ങനെ അവിടെ അടുത്ത് വരെ എത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മുരുദേശ്വറിലെ ഈ വലിയ സ്റ്റാച്യു, ഭഗവാന്റെ ഒരു വിഗ്രഹവും അതുപോലെ തന്നെ ഇവിടുത്തെ രാജഗോപുരവും. കൈലാസനാഥ മഹാദേവ സ്റ്റാച്യുവിൻ്റെ വലിയ ഭീമാകാരമായ ആ സ്റ്റാച്യുവിൻ്റെ തൊട്ട് താഴെ കാണുന്ന കാഴ്ചകളാണിത്. ഇവിടെയും ഒരു ക്ഷേത്രം പോലെ തന്നെ, ഇതൊരു കേവ് പോലെ, അതായത് ഒരു ഗുഹാക്ഷേത്രം പോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ശ്രീ സുന്ദര രാമേശ്വര എന്ന് പറഞ്ഞിട്ട് ഒരു കൈലാസത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ സ്റ്റാച്യൂസും ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു ശിവലിംഗവുമുണ്ട്. അവിടെ നമ്മൾക്ക് അതായത് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ഡിവോട്ടീസിന്, ഇവിടെ വരുന്ന ഭക്തർക്ക് സ്വന്തമായിട്ട് തന്നെ, അതായത് ഒരു പൂജാരിയുടെ സഹായം മാത്രമേ ആവശ്യമുള്ളൂ, പക്ഷെ നമുക്ക് നേരിട്ട് തന്നെ അവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും ഈ ശിവലിംഗത്തിൽ. അതാണ് ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുംഭാഭിഷേകം നമ്മൾക്ക് നേരിട്ട് തന്നെ ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡിവോട്ടീസ് ക്യാൻ പെർഫോം കുംഭാഭിഷേക ബൈ ദംസെൽസ്. ഈ വിഗ്രഹത്തിൽ അത് സാധിക്കും, ഇവിടുത്തെ ആ ശിവലിംഗത്തിൽ. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഭൂ കൈലാസ് കേവ് എന്നാണ് പറഞ്ഞത്, ഭൂ കൈലാസിൻ്റെ ഗുഹ. അതിൻ്റെ അകത്തേക്കൊരു എൻട്രി ഫീ ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ ഒരു ഗുഹാമുഖത്തിലൂടെ നമ്മൾ അകത്തേക്ക് കടന്നാൽ ഭൂ കൈലാസത്തിൽ എത്തുന്നു എന്നാണ് സങ്കല്പം.